എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ, ഏഴംകുളം. അപ്പോൾ നമ്മളെ ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇന്ന് നമുക്ക് ജ്യോതിഷപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ കന്നിക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെ ഉത്രം, അത്തം, ചിത്ര നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ ഉത്ര നക്ഷത്രത്തിലെ മുക്കാൽ ഭാഗവും അത്തത്തിൻ്റെ മുഴുവൻ ഭാഗവും ചിത്രയുടെ പകുതി ഭാഗവുമാണ് കന്നിക്കൂറിലുള്ളത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലം ദോഷമുണ്ടാകുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് പറയാം. അപ്പോൾ നമ്മൾ ശനി ഒരു മന്ദഗ്രഹമാണ്, പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ ഇത് നമുക്ക് 2.5 വർഷമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു 12 രാശിയിൽ ശനി സഞ്ചരിച്ച് വരണമെങ്കിൽ ഒരു 30 വർഷക്കാലം എടുക്കും. ഇതൊക്കെ നമുക്ക് നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ശനി മാറുന്നത് ഇപ്പം കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കാണ്. അപ്പോൾ ഈ മീനൻ രാശിയിലേക്ക് മാറുന്ന സമയം എന്ന് വെച്ചാൽ 29 മാർച്ച് 2025. അപ്പോൾ ഇന്ന് ശനി മാറുമ്പോഴേ നമുക്ക് കന്നിക്കൂറിലുള്ള ചില നക്ഷത്രക്കാർക്ക് ശനിയുടെ ദോഷങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഗുണങ്ങളാണോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയുന്നത് ഈ കന്നിക്കൂറിൽ ഏതൊക്കെ നക്ഷത്രം ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്തര നക്ഷത്രം, അത്തം നക്ഷത്രം, ചിത്ര നക്ഷത്രമാണ്. ഉത്രം എന്ന് പറയുന്ന മുക്കാൽ ഭാഗമേ ഉള്ളൂ, അത്തത്തിൻ്റെ മുഴുവൻ ഭാഗവും ചിത്രയുടെ പകുതി ഭാഗവുമാണ്. അപ്പോൾ ഇവർ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിൻ്റെ 6ാം ഭാവത്തിലാണ് നമുക്കിപ്പോഴും ശനി നിൽക്കുന്നത്. അപ്പോൾ ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ മുന്നോട്ട് പോയൊരു സമയമാണ്. ദോഷങ്ങളൊന്നും ശനിയുടെ ഈ സമയത്ത് ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് 7ാം ഭാവത്തിലോട്ട് പോവുകയാണ് മാർച്ചിൽ. അപ്പോൾ അവർക്ക് കണ്ടകശനിയുടെ സമയമായി വരുന്നു, 2.5 വർഷം. അപ്പോൾ അവർക്ക് കണ്ടകശനിയാണ്. ഇപ്പോൾ 2.5 വർഷം കണ്ടകശനിയായിട്ട് വരുമ്പോൾ നമുക്ക് മനോദുഃഖം ഉണ്ടാകും, കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ കർമ്മ മേഖലയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും ശനിയുടെ സ്ഥിതി കൊണ്ട്. പിന്നെ 7ാം ഭാവസ്ഥിതി വിവാഹ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഈ ശനിമാറ്റം മൂലം കന്നിക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഗുണമല്ല, ദോഷമാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഗ്രഹസ്ഥിതിയിൽ ദോഷങ്ങളൊക്കെ കണക്കാക്കുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഗ്രഹസ്ഥിതിയൊക്കെ നോക്കിയിട്ടാണ്. ശനിമാറ്റം മൂലം മാത്രം ഒരു ഗ്രഹസ്ഥിതിക്ക് ദോഷങ്ങളുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. കണ്ടകശനിയാണെങ്കിലും നമുക്ക് ദോഷമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ശനിമാറ്റം മൂലം കന്നിക്കൂറിലുള്ള നക്ഷത്രക്കാരുടെ ഗ്രഹസ്ഥിതി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളെ ഒരു പുതിയ വിഷയമായിട്ട് വരാം. ഇപ്പോൾ നമുക്ക് നിർത്താം. നമസ്കാരം.